തോട്ടം ഞാൻ കുറച്ച് ദിവസമായി ഇതൊക്കെ നട്ടിട്ട് ഇപ്പോഴാണെങ്കിൽ നല്ല പാകമായി ചെടികളെല്ലാം വളർന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും കൃഷിത്തോട്ടത്തിൻ്റെ അകത്തേക്ക് ഒന്ന് കയറാം. അതിൻ്റെ ഇടയിൽ കൂടി സൈഡ് ബിസിനസ്സായിട്ടൊന്ന് മീനുകളും വളർത്തുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് വളർത്തുന്ന കയറി വന്നാലും ഇതാണ് എൻ്റെ കൃഷിത്തോട്ടം. തക്കാളിയുണ്ട്, തക്കാളിയുണ്ട്, മീനുകളുണ്ട്. തിന്നാൻ പറ്റണ മീനല്ല, സാധാ മീനുകൾ തന്നെ, കൊച്ചു മീനുകൾ, ഗപ്പി. പിന്നെ മുളകുണ്ട്, തുണ്ടൻ മുളകെന്ന് പറയുന്ന ഒരു മുളകുണ്ട്, ആ സാധനം തന്നെ. തുളസിയുണ്ട്, പിന്നെ പൂക്കളും കുറച്ച് ചെടികളും, പിന്നെ കീരയും അങ്ങനത്തെ ചെറിയ ചെടികളും ഉണ്ട്. തക്കാളിയുമുണ്ട്, വെണ്ടയുണ്ട്. പിന്നെ ഇതിൻ്റെ പേരെന്തോന്ന് ഞാൻ മറന്നുപോയി. കോവയ്ക്ക എന്നാണ് ഇതിൻ്റെ പേര്. മറന്നുപോയത് ഇപ്പോൾ ഓർമ്മ വന്നോ, എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി ചെറുതായിട്ട് ഇതുമുണ്ട്, പുറത്തിച്ചക്കയാണ് ഇതിൻ്റെ പേര്. ഒരിക്കൽ കായ എടുത്ത് അതിൽ നട്ടു വെച്ചിട്ടുണ്ട്, പൊടിക്കുന്നുമുണ്ട്. ഇതാണ് എൻ്റെ കൊച്ചു കൊച്ചു മീനിൻ്റെ വീടുകൾ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതാണ് റോസ, ഞാൻ വളർത്തിയതാണ്. ഇവിടെയുള്ള ഈ ടെറസിൻ്റെ മണ്ട നേരത്തെ വേറൊരാളുടെ എൻ്റെ അച്ചാമ്മയുടെ സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെ ഭയങ്കര പൊടി മണ്ണുമായിരുന്നു. അപ്പോൾ ഞാൻ ക്ലീനാക്കി എടുത്ത് അങ്ങനെ ഇട്ടതാണ്. അപ്പോഴേ ഉണ്ടായിരുന്നു ഈ റോസ. ഇതോടെ ഞാൻ പിന്നെ ഒരു കാര്യം കൂടി ഗായ്സ് പറയാൻ വിട്ടുപോയി. ഇത് വലുതാകുമ്പോൾ ഇതിൻ്റെ കായ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാൻ കഴിയില്ല, പക്ഷെ ഞാൻ ഇതെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. അന്ന് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് വിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുക, എൻ്റെ ചെടികളെയും പ്രോത്സാഹിപ്പിക്കുക. ഇതോടെ ഈ വീഡിയോ കഴിയുന്നില്ലെന്ന് നിങ്ങൾ കഴിയുമെന്ന് വിചാരിക്കേണ്ട. അടുത്ത തവണ ഞാൻ വരുന്നതാണ്.